നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇന്ന് കേരള ജനതയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്ന, നമ്മളിൽ ഭയവും ആശങ്കയും നിറയ്ക്കുന്ന ഒരു വിഷയമാണ്. ഊഹിക്കാം നമുക്ക്, അത് മയക്കുമരുന്നിന്റെ ലഹരിയുടെ ഉപയോഗമാണ്. ലഹരിയുടെ ഉപയോഗം നമ്മുടെ അറിവിൽ മറ്റൊരു കാലത്തും ഇല്ലാതിരുന്ന അത്രയ്ക്കധികമാണ് ഇന്ന് ഓരോ ദിവസവും നമ്മുടെ വാർത്താ ചാനലുകളിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട ന്യൂസ് വരുന്നത്. ഒരു 10 വർഷം മുൻപ് വരെ നമ്മുടെ സെന്ററുകളിലേക്ക് എത്തിയിരുന്ന രോഗികളിൽ, ലഹരി വിമോചനത്തിന് വേണ്ടി എത്തിയിരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം, ഒരു 80% മദ്യലഹരിയിലായിരുന്നു. മദ്യത്തിൽ നിന്നുള്ള വിമുക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു അവരെത്താറ്. ഒരു 10-20% മറ്റ് മയക്കുമരുന്നുകളും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നവരായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. എൻ്റെ പേര് ഡോക്ടർ അനൂപ് പൂമഠം. ഞാൻ സത്വ ഫൗണ്ടേഷൻ ഫോർ മെന്റൽ ഹൈജീനിക്സ് ആൻഡ് ഹോളിസ്റ്റിക് വെൽനസിൻ്റെ ഡയറക്ടറാണ്. കോഴിക്കോടാണ് നമ്മുടെ സ്ഥാപനം. ഞാനിത് പറയാനുള്ള കാര്യം, കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ ആഴ്ചയിൽ 1-2 രോഗികൾ എത്തിയിരുന്നതിന് പകരം ഇന്ന് ഓരോ ദിവസവും 2-3 രോഗികളാണ് നമ്മളുടെ ഇടയിൽ എത്തുന്നത്. അതിൻ്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്ന് കൗമാരക്കാരാണ് കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ് എത്തുന്നത്. സാധാരണഗതിയിൽ മദ്യത്തിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ ഒക്കെ ഉപയോഗം വരുമ്പോൾ കുറേ വർഷങ്ങളെടുത്താണ് ഒരു ആസക്തിയുടെ തലത്തിലേക്ക് അതെത്തുന്നത്. എന്നാൽ നിലവിൽ നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് MDMA പോലെയുള്ള രാസലഹരിയുടെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗമാണ്. എന്താണ് ഇത് ഇത്രയും വലിയൊരു ഭീഷണിയാവുന്നതെന്ന് ചോദിച്ചാൽ, 1-2-3 തവണ ഉപയോഗിക്കുമ്പോഴത്തേക്കും പൂർണ്ണമായ ആസക്തിയിലേക്ക് എത്തിക്കുന്നതാണ് രാസലഹരികൾ. ലഹരിയോടുള്ള ആസക്തി എന്ന് പറയുന്നത് അതൊരു ബ്രെയിൻ ഡിസീസാണ്. അതൊരു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണത്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ക്ഷമതയെയും അതിൻ്റെ രൂപത്തിലും ഘടനയിലുമൊക്കെ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിനേക്കാളും പലപ്പോഴും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് അത് വരുത്തുന്നത്. ലഹരിക്ക് അടിപ്പെട്ടവരിൽ നിന്നും അപൂർവം പേരെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരാറുള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് എത്തുന്നത് പലപ്പോഴും ആസക്തി അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോഴായിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, പ്രത്യേകിച്ചും രാസലഹരിയെക്കുറിച്ച്. നമ്മൾ ഈ രോഗികളെ കൊണ്ടുവരുന്ന, പേഷ്യൻസിനെയും കൊണ്ടുവരുന്ന രക്ഷിതാക്കളോട് നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ഒരു സൈക്കോളജിസ്റ്റിന്, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്, അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ഇതറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മദ്യം ഉപയോഗിക്കുമ്പോൾ, പുകവലിക്കുമ്പോൾ അതിൻ്റെ ഗന്ധം കൊണ്ട്, പിന്നീടുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴുള്ള ഈ രാസലഹരികൾ, സിന്തറ്റിക് നാർക്കോട്ടിക്സ്, ഇത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും മനസ്സിലാവുന്നില്ല. അതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തുടക്കത്തിൽ മനസ്സിലാവുന്നില്ല, അവർക്കതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവുന്നില്ല. ഈ ഒരു സെനാരിയോയിലാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടത്. എന്നാൽ മാത്രമേ ആ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരംഭദശയിൽ തന്നെ അവരെ ലഹരിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ യുവത, നമ്മുടെ കൗമാരക്കാരെ അവരെ ഗ്രസിച്ചിരിക്കുന്ന
രാസലഹരിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് MDMA, മെത്താംഫെറ്റമിൻ, ആംഫെറ്റമിൻ, കൊക്കെയിൻ പോലുള്ള LSD പോലുള്ള ലഹരി മരുന്നുകളാണ്. പൊതുവായി ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകിച്ചത് രക്ഷിതാക്കളാണ് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ടത്. എല്ലാ ലഹരിയും ഉപയോഗിക്കുമ്പോൾ ഒരേ രീതിയിലല്ല. സ്റ്റിമുലൻസ് ആയിട്ടുള്ള ലഹരി ഉപയോഗിക്കുമ്പം കാണിക്കുന്ന ലക്ഷണങ്ങളല്ല നമ്മൾ ഒപ്പിയോഡുകളും മദ്യമൊക്കെ ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്നത്. LSD പോലുള്ള ഹലുസിനോജനിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ മറ്റ് ചില ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. എന്നാലും നമുക്ക് പൊതുവായി പറയാവുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ശാരീരികമായ ലക്ഷണങ്ങളാണ്. പ്രധാനമായും അവർക്ക് അവരുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ആദ്യകാലം മുതൽ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. അവർ സമയത്ത് പല്ല് തേക്കില്ല, കുളിക്കില്ല, മുടി ചെയ്യില്ല, വൃത്തിയായിട്ട് അവർ വസ്ത്രം ധരിക്കില്ല, അവരുടെ കണ്ണുകളൊക്കെ ചുവന്നിരിക്കും, കാണുമ്പോൾ തന്നെ പ്രാകൃതമായിട്ടുള്ള ഒരു രൂപമായിരിക്കും. ഇത് നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. രണ്ടാമത് ഒരു വ്യത്യാസം ഇവരുടെ ഉറക്കത്തിലുള്ള വ്യത്യാസമാണ്. അവരുടെ സ്ലീപ്പ് പാറ്റേണിൽ വ്യത്യാസം വരും. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കും. അവർ ഉപയോഗിക്കുന്നത് സ്റ്റിമുലൻസ് ആണെങ്കിൽ, കൊക്കെയിൻ, മെത്ത്, MDMA പോലുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2-3 ദിവസങ്ങളോളം അവർക്ക് ഉറക്കം വരില്ല, അവർ ഉറങ്ങാതിരിക്കും. എന്നാൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയാം മറ്റൊരു വേർഷനാണ്. എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും വളരെ ആക്റ്റീവായി, ഡൈനാമിക്കായി, ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കാൻ പറ്റും. ഇതാണ് അവരുടെ വേർഷൻ. പലപ്പോഴും നമ്മളത് പാരൻസിനോട് പറയുമ്പോൾ അവരും പറയാറുണ്ട്, ഓ ഇത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ? എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ വൈകുന്നേരം സ്കൂളിൽ വന്നിട്ട് അല്ലെ കോളേജിൽ നിന്ന് വന്നിട്ട് അവർ വൈകുന്നേരം ഇരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ അവർ രാത്രി മുഴുവൻ അവരുടെ റൂമിൽ ലൈറ്റിട്ട് ഉറക്കൊഴിച്ചിരുന്ന് അവർ കമ്പ്യൂട്ടറിലും അവർ ടാബിലും അല്ലെ മൊബൈലും ഒക്കെ അവർ പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു അവർക്ക് ഉറക്കൊഴിഞ്ഞ് അവർ പഠിക്കുകയാണ്, അവരിൽ കുറെ ഇമ്പ്രൂവ്മെന്റ് വന്നു, പഠിത്തത്തിൽ താല്പര്യം വന്നിരുന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. സ്റ്റിമുലൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉറക്കമില്ലാതാവും. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്നത് മദ്യമോ ഒപ്പിയോഡ്സോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. അമിതമായ ഉറക്കം വരും, രാവിലെ എഴുന്നേക്കാൻ 10 മണി 11 മണിയൊക്കെ ആവും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക, എവിടെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ലഹരിയുടെ, പ്രത്യേകിച്ച് രാസലഹരിയുടെ ഉപയോഗിക്കുന്നവരുടെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും വിരുദ്ധമായ ലക്ഷണങ്ങളുണ്ട്. കാരണം ഉപയോഗിക്കുന്ന ലഹരി അനുസരിച്ച് ഉറക്കമില്ലാതാവും, കൂടുതൽ ഉറക്കം വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സെന്റൻസ് കേട്ടിട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി നിങ്ങൾ കേൾക്കാതാവും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അടുത്തതായി നമുക്ക് ലഹരി ഉപയോഗിക്കുന്നവരുടെ ഭക്ഷണക്രമത്തിൽ, ആഹാര രീതിയിലുള്ള ഒരു മാറ്റം കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്ന ലഹരിക്കനുസരിച്ച് ഇതും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റിമുലൻസ് ആണെങ്കിൽ അവർക്ക് തീരെ വിശപ്പുണ്ടാവില്ല, അവർ ചിലപ്പം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ പേരിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്നാൽ അവർ ഉപയോഗിക്കുന്നത് മദ്യം, ഒപ്പിയോഡ്സ്, കഞ്ചാവൊക്കെ ആണെങ്കിൽ അമിതമായ വിശപ്പ് വരും, അവർ ധാരാളം ഭക്ഷണം കഴിക്കും. അടുത്തൊരു ലക്ഷണം അതുണ്ടാക്കുന്ന ചില ശാരീരിക രോഗങ്ങളാണ്. ഉദാഹരണത്തിന് ചുമ, കഫക്കെട്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മൾ പറയില്ലേ ബി പി കൂടുക, BP വളരെ ലോ ആയിട്ട് പോവുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിലേക്കും അത് എത്തിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായും നമുക്ക് മനസ്സിലാവുന്നത് വിഡ്രോവൽ സിംറ്റംസ് കൊണ്ടാണ്. നമുക്കറിയാം ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഡൈനാമിക്, ഒരു ഹൈപ്പർ മൂഡിൽ, ഒരു ഹൈക്കിലേക്ക് അവർ പോകും. പക്ഷെ അത് കഴിഞ്ഞാൽ ലഹരിയുടെ ആ പ്രഭാവം കഴിയുന്ന സമയം മുതൽ കാര്യങ്ങൾ ആകെ മാറും. അവർ വളരെ ഒരു നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക്, ഇറിറ്റേഷനിലേക്ക്, അസഹിഷ്ണുതയിലേക്ക്, വല്ലാത്ത ഒറ്റപ്പെടലിലേക്ക് അവർ പോകുന്ന ഒരു സമയമാണത്.
ഈ വിഡ്രോവൽ സിംറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. അത് പലപ്പോഴും ദേഷ്യവും വാശിയും കോപവും വാഗ്വാദമൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളാണ്. പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിരിക്കും. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നോട്ടീസബിൾ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, അവർ വളരെ ആർഗ്യുമെന്റേറ്റീവ് ആവും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പാരൻസിനോടൊക്കെ അനാവശ്യമായി അവരെപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കും, വാദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരവസ്ഥ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അതോറിറ്റി ഫിഗേഴ്സുമായിട്ട് അവരെപ്പോഴും വഴക്കിടുന്ന ഒരു കാര്യം. വളരെ രഹസ്യാത്മകമായിട്ടുള്ള പെരുമാറ്റങ്ങളിലും അതേപോലെ കള്ളം പറയുന്നതും ഇക്കൂട്ടരിൽ വല്ലാതെ കൂടും. അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു രഹസ്യം ഉണ്ടാവും. ആരും അറിയാതെ വീട്ടിൽ നിന്ന് പോവുക, ആരും അറിയാതെ വരിക, നേരമില്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് പോവുക, ഈ ലഹരി അതൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക, അതുപോലെ കള്ളം പറയുക. നമ്മൾ എന്ത് ചോദിച്ചാലും ഏകദേശം പറയുന്നതൊക്കെ കള്ളായിരിക്കും. എങ്ങോട്ടാ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ സ്ഥലമായിരിക്കില്ലേ പറയാം, എത്ര മണിക്കെത്തി, എല്ലാം പറയുന്നതെല്ലാം കള്ളമാവും. നമ്മൾ കള്ളം പറയാനുള്ള ഒരു പ്രവണത, രഹസ്യങ്ങൾ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ രഹസ്യാത്മകമായി ചെയ്യാനുള്ള ഒരു പ്രവണത അവരിൽ വല്ലാതെ വർദ്ധിച്ചു വരും. ഇനി മറ്റൊരു വ്യത്യാസം വരുന്നത്, അവര് സമൂഹത്തിൽ നിന്നും വിഡ്രോ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നും അവർ മെല്ലെ മെല്ലെ പിന്മാറാൻ തുടങ്ങും. എന്നിട്ട് അവരുടേതായിട്ടുള്ള റിയലിസ്റ്റിക് അല്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്തൊരു ലോകത്തിലേക്ക് അവരെത്തിച്ചേരുന്നത് നമുക്കറിയാൻ പറ്റും. ഇതും ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ നെറ്റ്വർക്ക് അവരുടെ സാമൂഹ്യ ബന്ധങ്ങളിലുള്ള വലിയൊരു മാറ്റമാണ്. അത്രയും കാലം അവർക്കുണ്ടായിരുന്ന അവരുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇവരോടൊക്കെയുള്ള അടുപ്പം, ഇതൊക്കെ മാറിയിട്ട്, അതുവരെ ഉണ്ടായിരുന്ന സാമൂഹ്യ ബന്ധങ്ങളൊക്കെ മാറിയിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തോട് മാത്രം ഇടപഴകുന്ന, അവരുടെ കൂടെ മാത്രം സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ഇവരെത്താറുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, ഇതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അവരെല്ലാവരോടും കടം വാങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള മറ്റു പെരുമാറ്റങ്ങളിലേക്ക് അവരെത്തും. പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാനം, ഉളുപ്പ് എന്നൊക്കെ പറയില്ലേ, ഈ ഉളുപ്പങ്ങില്ലാണ്ടായി അവര് ലഹരിക്ക് വേണ്ടി, അതിനുള്ള കാശിന് വേണ്ടി അവരുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പാരൻസിനോടും മറ്റുള്ളവരൊക്കെ ആദ്യം കൈനീട്ടാനും, അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവര് അക്രമത്തിലേക്കും പിടിച്ചു പറിക്കാനും തുടങ്ങുന്ന ഒരു പെരുമാറ്റം. മറ്റൊരു കാര്യം, അവരുടെ കൊഗ്നിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അവർക്ക് എന്തെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഏകാഗ്രതയോടുകൂടി ഇരിക്കാനോ അവർക്ക് പറ്റില്ല. അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ, എന്തെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക്, പൂർണ്ണ അർത്ഥത്തിലേക്ക് അവരെത്തില്ല. അതുപോലെ മെമ്മറി പ്രോബ്ലംസ്, അവരുടെ ഓർമ്മ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അവർക്ക് പഠിച്ചതൊന്നും കേട്ടതൊന്നും ഓർക്കാൻ പറ്റില്ല. പലപ്പോഴും പേരുകൾ പോലും മറന്നു പോകുന്ന അതുപോലെയൊക്കെ വരും. അങ്ങനെ ഓർമ്മയിൽ ഇത് വല്ലാതെ ബാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊരു കാര്യത്തോട് പ്രതികരിക്കാനുള്ള കഴിവില്ലാതാവും. ചിലപ്പോൾ ആ പ്രതികരണം വല്ലാതെ എക്സ്പ്ലോസീവായിട്ട് മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നീട് ഏറ്റവും വലിയൊരു കാര്യം റിസ്കി ബിഹേവിയേഴ്സ് ആണ്. വളരെ സാഹസികമായ, ഡേഞ്ചറസ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ. ഉദാഹരണത്തിന് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അമിത വേഗതയിൽ വളരെ റാഷായിട്ട് ഡ്രൈവ് ചെയ്യുക. നമുക്ക് അപകടമുണ്ടെന്ന് അറിയുന്ന, റിസ്ക് ആണെന്ന് അറിയുന്ന പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുക. നമ്മുടെ മാനസികാവസ്ഥയിലുള്ള ചില വ്യത്യാസങ്ങളും നമുക്ക് വളരെ നോട്ടബിൾ ആവും. പ്രത്യേകിച്ച് അമിതമായ ഉത്കണ്ഠ, ഭയം, നെർവസ്നെസ്, സംശയരോഗം, പാരനോയ. പ്രത്യേകിച്ചും കൊക്കൈൻ, മെത്താംഫെറ്റമിൻ, MDMA ഒക്കെ ഉപയോഗിക്കുമ്പോഴോ വളരെ സംശയം ഉണ്ടാവും. എല്ലാവരും നമ്മൾ ഉപദ്രവിക്കാൻ നോക്കുന്നു, എല്ലാവരും നമുക്ക് എതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ
നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ. ഈ സംശയങ്ങളൊക്കെ എപ്പോഴും എത്തിക്കുന്നത് അക്രമങ്ങളിലേക്കും പലപ്പോഴും കൊലപാതകങ്ങളിലേക്കൊക്കെയാണ് എത്തിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ലഹരിക്കനുസരിച്ച്, ഏത് ടൈപ്പ് ലഹരിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കാം. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തേക്ക്, അല്ലെങ്കിൽ പോലീസ്, അങ്ങനെ ആരെയാണോ നമുക്ക് സമീപിക്കാൻ പറ്റുക തീർച്ചയായിട്ടും അവരെ സമീപിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ, പ്രാരംഭകാലത്ത് തന്നെ അവരെ നമുക്ക് ലഹരിയിൽ നിന്നും മോചിതരാക്കാൻ കഴിയും. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.